കാസർഗോഡ് ചെറുവത്തൂരിലെ വീരമലക്കുന്ന് ഇടിഞ്ഞത് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെ തുടർന്നെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. ഈ വീരമലക്കുന്ന് ഇടിഞ്ഞ സ്ഥലത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ തത്സമയം ചേരുകയാണ്. അരുൺ പാറയ്ക്കൽ, ഈ ദേശീയ പാതയിലെ ഗതാഗതം അത് തടസ്സപ്പെട്ടിരുന്നു, അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞോ? ഈ മണ്ണിടിച്ചിലിന് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഇല്ലായിരുന്നു എന്നാണോ ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവത്തൂർ, കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിന് ചുവട്ടിലാണ്. ഈ ഭാഗത്താണ് ഇന്നലെ വലിയ തോതിൽ മണ്ണിടിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഷിരൂരിനേത് സമാനമായ മണ്ണിടിച്ചിലായിരുന്നു എസ് കെ. മല ഒന്നാകെ ഇങ്ങനെ താഴേക്ക് ഇടിഞ്ഞു വരികയായിരുന്നു. വലിയ പാറക്കല്ലുകളും, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ വലിയ പാറക്കല്ലുകളും മരങ്ങളുമൊക്കെ താഴേക്ക് ഇടിഞ്ഞു വരുന്നൊരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ആ സമയത്ത് റോട്ടിൽ ഈ വാഹനങ്ങൾ, അതായത് ഈ ദേശീയപാതയിൽ വാഹനങ്ങൾ കുറവായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഈ ഹെവി റീറ്റൈനിങ് മതിലൊക്കെ ഈ ഭാഗത്ത് സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ മലയൊന്നാകെ ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ടായി. അപകടങ്ങളൊന്നും തന്നെ, അതായത് ആളപായം ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ്, ഭാഗ്യം കൊണ്ടാണ് ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് വേണം പറയാൻ. ആ സമയത്ത് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കാറും ബൈക്കും 2 KSRTC ബസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വാഹനങ്ങൾ, ഡ്രൈവർമാർ അത് കണ്ട് ഉടൻ തന്നെ വാഹനങ്ങൾ മാറ്റിയത് കൊണ്ടാണ് അപകടം ഒഴിവായത്. ഇപ്പോൾ ഈ പ്രദേശത്തെ നാട്ടുകാരൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 15ഓളം വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. ചേട്ടാ, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടോ നിങ്ങൾക്ക് വീട് മാറി താമസിക്കാൻ? മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നാണ് ഓർമ്മ. നൽകിയിട്ടുണ്ട്. ചുറ്റുപാടുള്ളവർക്ക് നൽകിയിട്ടില്ല എന്നാണ്. ഇന്നലെ ഇപ്പോൾ ജില്ലാ കളക്ടറൊക്കെ ഈ പ്രദേശത്ത് സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കളക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയോടും NHAIയോടും നിരന്തരമായി ജില്ലാ ഭരണകൂടം ഈ മണ്ണിടിയാനുള്ള സാഹചര്യമുണ്ടെന്നും ഇവിടെ സുരക്ഷയൊരുക്കണമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പരിഹാരമുണ്ടായില്ല. ജില്ലാ കളക്ടർ നിരന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ മേഘ കമ്പനി റിപ്പോർട്ട് നൽകിയില്ല. അതായത് ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും NHAIയോട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കം നടക്കുകയെന്നും അറിയിച്ചിട്ടുണ്ട്. നിങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. എന്തായാലും സമീപ പ്രദേശത്തുള്ളവർ എന്തായാലും മാറിയേ പറ്റൂ. അത്രയും വലിയ അപകടമാണ് ഇനി വരാൻ പോകുന്നത്. ഈ വന്നതല്ല, ഇപ്പം ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണിടിയുന്നത്. ഇവിടെ ദിവസം മണ്ണിടിയാണ്. ശ്മശാനത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ദിവസം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസം നമ്മൾ അത് വാർത്താ ചാനലിലൂടെയും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് എന്തുകൊണ്ട് വേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം, രാജിവെച്ച് പോകണം. ഇത് ഇത്രയും വലിയ അപകടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. 2 ബസ് പോലും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയാണ്. അതൊന്നുമല്ല വേണ്ടത്. നമുക്കിവിടെ രക്ഷയാണ് വേണ്ടത്. ഈ NHനും അതുപോലെ ഇവിടെ കുടുംബങ്ങൾക്കും രക്ഷയാണ് വേണ്ടത്. ഇതുവരെ ഒന്നും ഒരുക്കിയില്ല. 0-ൽ നിൽക്കുകയാണ്, 0-ൽ നിൽക്കുകയാണ്. ഇവരെക്കാളെല്ലാം വലിയ ശബ്ദത്തിൽ നമുക്ക് നാട്ടുകാർ സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. അത് ഇവിടുത്തെ നമുക്ക് ജനങ്ങൾ പോരാഞ്ഞിട്ടോ, കലക്ടർ പോരാഞ്ഞിട്ടോ, MLA പോരാഞ്ഞിട്ടോ, ആരും പോരാ. അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് പ്രഷർ ചെലുത്തണം, അതിനു വേണ്ടി പ്രവർത്തിക്കണം. അതാണ് വേണ്ടത്. ഇത് തന്നെയാണ്. ഇത് നാട്ടുകാരുടെ വികാരമാണ്. അത് ചെറുതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അവർ അത്രത്തോളം ഭയപ്പെട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. എന്തായാലും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് NHAIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാവും. പക്ഷേ മണ്ണിപ്പോഴും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മണ്ണിടിഞ്ഞിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ പാറക്കല്ലുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വീഴാവുന്ന ഒരു സാഹചര്യമാണ്. അതിഭയങ്കരമായ ഒരു ഭീകര ദൃശ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഭയപ്പെട്ടാണ് ഈ നാട്ടുകാരും യാത്രക്കാരും ഒക്കെ നിലവിലുള്ളത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. SK. Okay, thank you.